സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് എൻ്റെ 14ാമത്തെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ 9 അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതുമായിരുന്നെങ്കിൽ, പിന്നീട് ഞാൻ 10ാമത്തതും 10ാമത്തത് കൃഷി അധിഷ്ഠിതമായിട്ടാണ് ചെയ്തത്. എങ്ങനെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ഉപയോഗിക്കുമ്പോൾ കൃഷിയുടെ ദർശനത്തിൽ എങ്ങനെ ഒരു യുഗപരിവർത്തനം നടക്കുന്നു എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. അടുത്തതായിട്ട്, അതായത് 11, 12, 13 എന്നതിൽ ഞാൻ വിദ്യാഭ്യാസമാണ് ചർച്ച ചെയ്തത്. വിദ്യാഭ്യാസം എൻ്റെ വിഷയമായതുകൊണ്ടും മാത്രമല്ല, അത് കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ അതിന് 3 വീഡിയോകൾ ചെയ്യേണ്ടി വന്നു. അതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. എന്തായാലും അതും കഴിഞ്ഞു. ഇതിലൊക്കെ തന്നെ ഉണ്ടായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി പൂർണ്ണമായും പെർഫെക്റ്റ് ആണെന്നും പ്രകൃതിക്ക് ഈ നിലവിലിരിക്കുന്ന സിസ്റ്റത്തിൽ ഒരു തെറ്റുമില്ല എന്നും അതിനെ മനസ്സിലാക്കാൻ മാത്രമേ നമ്മളെ സയൻസിന് കൊണ്ട് കഴിയുള്ളൂ എന്നും, അതുകൊണ്ട് തന്നെ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതല്ലാത്ത അതിനെ മറികടക്കാൻ മനുഷ്യനോ അല്ലെങ്കിൽ സയൻസിനോ ആവില്ല എന്ന ഒരു അടിത്തറയിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് നടത്തും. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും കൃഷിയേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ അനുഭവപ്പെടുന്നതും പ്രയോഗവൽക്കരിക്കേണ്ടതുമായ ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം എന്നതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടിലും നമ്മൾ സൂചിപ്പിച്ച പോലെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്നും, അതേപോലെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ നന്നായിട്ട് വിദ്യ അഭ്യസിക്കാൻ കുഞ്ഞിന് കഴിയുക എന്നും ആണ് ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നടത്തും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ നമ്മളൊക്കെ ചെയ്ത എന്താ വെച്ചാൽ, നമുക്കുള്ള രോഗം ഉണ്ടാവുന്നു. ആ രോഗം എന്നുള്ളത് സഹനീയമോ അസഹനീയമായ ഒരു അനിഷ്ട അനുഭവമാണ്. അതിനെ എങ്ങനെ ഇല്ലാതാക്കണം, എങ്ങനെ മറികടക്കണം, എങ്ങനെ ഒഴിവാക്കണം എന്ന് മാത്രമേ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. അതിന് കാരണം അത് എങ്ങനെ ഒരു അശനിപാതം പോലെ വന്നതാണ്. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. അത് ഏതൊരാളെയും എങ്ങനെയും എപ്പോഴും ബാധിക്കാം. അതിന് അയാൾക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കൊട്ടിപ്പടഞ്ഞ് ചത്തു, അല്ലെങ്കിൽ അയാൾ മരിച്ചത് പെട്ടെന്നാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്കൊരു കുറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ രോഗം എന്നത് മനുഷ്യനുണ്ടായ അന്ന് മുതൽ തന്നെ ഒരു ദുരൂഹമായ വസ്തുവാണ്. രോഗം മാത്രമല്ല, രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ, നമ്മളെ ജീവൻ
നിലനിൽക്കുന്ന കാര്യം. ജീവൻ എന്ന ഈ വ്യവസ്ഥക്ക് ഒരു പ്രത്യേക താളമുണ്ട്. അതുള്ളപ്പോഴേ അത് നിലനിൽക്കുള്ളൂ. അതായത് അതിൽ കുറേ വസ്തുക്കൾ അകത്തേക്ക് എടുക്കും. ജീവൻ എന്നത് അകത്തുള്ള, അല്ലെങ്കിൽ ഒരു ആന്തരിക ശരീരമുണ്ട്, ഒരു ബാഹ്യ ശരീരമുണ്ട്. ഈ ആന്തരിക ശരീരവും ബാഹ്യ ശരീരവും തമ്മിലുള്ള ഒരു നിരന്തരമായ വിനിമയമാണ്. ചില വസ്തുക്കൾ പുറത്തേക്ക് കൊടുക്കുന്നു, ചില വസ്തുക്കൾ അകത്തേക്ക് എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അത് നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ ജീവനുള്ളൂ എന്ന് നമുക്ക് പറയാം. അതായത് എല്ലാ ജീവികൾക്കും ഒരു ആന്തരിക ശരീരമുണ്ട്, ഒരു ബാഹ്യ ശരീരമുണ്ട്. ഈ ബാഹ്യ ശരീരവുമായുള്ള നിരന്തരമായ കൊടുക്കൽ വാങ്ങൽ ആണ് ജീവൻ എന്ന് സാമാന്യേന നമുക്ക് പറയാം. എന്തായാലും ഈ ജീവൻ എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന് ബുദ്ധി വച്ചതിന് ശേഷം അവന് അവൻ്റെതായ ഒരു ലോകം തന്നെ ഉണ്ടാക്കി നടത്തും. അതായത് പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ലോകത്തിന് പുറമെ അവൻ്റെതായ സ്വന്തമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി അതുപയോഗിച്ചിട്ട് അവൻ്റെതായ ഒരു ലോകം, അതാണ് ഭാഷയുടെ ലോകം. ഈ ഭാഷയുടെ ലോകം എന്ന് പറഞ്ഞത് സങ്കല്പത്തിൻ്റെ ലോകമാണ്, അല്ലെങ്കിൽ നമ്മളെ മാനസിക ലോകമാണ്, അല്ലെങ്കിൽ നുണയുടെ ലോകമാണ്. അതിൽ നുണയുണ്ടാവാം, സത്യം ഉണ്ടാവാം, ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ രോഗങ്ങളായിട്ട് കാണുന്നത്. ഈ രോഗങ്ങൾ എന്നാൽ നമ്മളെ ഒരു ശത്രുവാണെന്നും അതിനെ നിഗ്രഹിക്കേണ്ടതാണെന്നും അതിനെ ജയിക്കേണ്ടതാണെന്നും എന്ന ബോധം മനുഷ്യനുണ്ടായ അന്ന് മുതൽ, മനുഷ്യൻ്റെ ഭാഷ വളർന്നത് മുതൽ, മനുഷ്യൻ്റെ ഉപകരണങ്ങൾ ഉണ്ടായ അന്ന് മുതൽ ഇന്നേ വരെയുള്ള ഒന്ന്, അതിന് എതിരായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം. ഇന്ന് വരെയുള്ള മനുഷ്യൻ്റെ ചിന്താധാരയെ ആകെ പൊളിച്ചെടുക്കുന്നതും ആയ മറ്റൊരു തലം, ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. എനിക്കും അങ്ങനെ ഒരു വാദമില്ല. പക്ഷേ ഇതൊരു വാദമാണ്. ഈ വാദത്തിലെ തെറ്റും ശരിയും നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അതായത് ഈ ഭാഷ വന്നതോടുകൂടിയാണ് മനുഷ്യന് ഒരു ആത്മീയ ലോകം, അല്ലെങ്കിൽ മാനസിക ലോകം, അല്ലെങ്കിൽ നുണയുടെ ലോകം, ഇല്ലാത്ത ലോകം അവൻ്റെ സ്വന്തം സ്വന്തം കീഴടക്കാനായതും അല്ലെങ്കിൽ കൊണ്ടു നടക്കാനായതും. ആ ലോകത്തിലുള്ള ഏറ്റവും വലിയ സമവാക്യം എന്താണെന്ന് വെച്ചാൽ ആ ലോകം മുഴുവനായിട്ടും അവൻ്റേത് മാത്രമാണ്. ദൈവത്തിന് പോലും അതിൽ പങ്കില്ല. മാത്രമല്ല അതിൽ അവന് എന്തും കഴിയും ചെയ്യും. എന്തും എന്ന് പറഞ്ഞാൽ എന്തും. മറ്റൊരു ജീവിക്കും കഴിയാത്ത കഴിവുകൾ, എന്തിന് ദൈവത്തിന് പോലും ഇല്ലാത്ത കഴിവ്. എന്താണ്? നുണ പറയാൻ ദൈവത്തിനും കഴിയില്ല. ഇല്ലാത്ത കാര്യം പ്രസൻറ്റ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ഈ പാവം ദൈവത്തിന് കഴിയില്ല. നേരെ മറിച്ച് മനുഷ്യന് അതും കഴിയും. എന്താണ് കാരണം? ഈ ഉപകരണം ഉപയോഗിച്ചു. ഈ ഉപകരണം ദൈവം ഉപയോഗിച്ചാൽ ദൈവത്തിനും കഴിയട്ടോ. ദൈവത്തിന് ഈ ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങി എങ്കിൽ ദൈവത്തിന് അത് കഴിയും. നേരെ മറിച്ച് ഏതാണ് ഉപകരണം? ഭാഷ. എന്തായാലും അത് ഈ അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ രോഗങ്ങളുടേക്ക് കടക്കാൻ നിർത്തും. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനിഷ്ട അനുഭവമാണ്. സാധാരണയിലല്ലാത്ത ഒരു പുതിയ അനുഭവം. ചിലപ്പോൾ പനി ഉണ്ടാവുന്നു, ചൂടുണ്ടാവുന്നു, നമുക്ക് കുളിര് തോന്നുന്നു, മാത്രമല്ല ക്ഷീണം തോന്നുന്നു,
വിശപ്പില്ലാതാവുന്നു. ഇതൊക്കെ പനിയുടെ ലക്ഷണമാണ്. നമുക്ക് കാലും കൈയൊക്കെ വേദനയാവുന്നു. ഇതൊക്കെ തന്നെ പനിയുടെ ലക്ഷണം. അപ്പോൾ ഇത് അതിൻ്റെ മുമ്പ് അങ്ങനത്തെ ഒരു അനുഭവമല്ല. അപ്പോൾ അതെങ്ങനെയും ഇല്ലാതാക്കണം എന്നുള്ളതേ മനുഷ്യൻ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ തിയറിയാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ അത് എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും അടങ്ങിയ ഒരു തിയറി തന്നെയാണ്. അതായത് ഇതൊക്കെ അവർ പറയുന്നത് പ്രകൃതിയുടെ താളമാണ്, പ്രകൃതിയുടെ രീതിയാണ്, പ്രകൃതിയുടെ ജീവനാണ് എന്നതിന് പകരം അവർ പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വാഭാവികമായുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ് എന്നൊക്കെയാണ് നടത്തുന്നത്. അത് കുഴപ്പമില്ല. എന്തായാലും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഒരു താളം ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സൗരയൂഥത്തിൽ സൗരയൂഥത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ ചലനങ്ങളല്ലേ. ഈ ചലനങ്ങൾ എന്തുകൊണ്ട് എന്നതും അതേപോലെ തന്നെ ആ സൗരയൂഥം, അതേപോലെ ഗാലക്സികൾ തമ്മിൽ അങ്ങനെ അകന്നകന്ന് പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് അനേകം ചലനങ്ങൾ പ്രകൃതിയുടെ താളമായിട്ട്, ജീവനായിട്ട്, ജീവിതമായിട്ട് നടക്കുന്നുണ്ട് എന്നർത്ഥം. അതും ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ വലിയ പ്രപഞ്ചത്തിൽ മാത്രം, ചെറിയ പ്രപഞ്ചത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ആറ്റം എടുത്ത് നോക്കുക. ഒരു ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസ്, അതിലുള്ള അതേപോലെ തന്നെ അതിലുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, മറ്റ് സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ അതിന് ചുറ്റുന്ന ഇലക്ട്രോൺസ്, ഇതിനൊക്കെ തന്നെ അതിൻ്റേതായ ഒരു താളമുണ്ട്. ആ താളത്തിൽ നിന്നും വ്യത്യസ്തമെല്ലാം ജീവൻ്റെ താളങ്ങൾ. ജീവൻ എന്നതും എത്രയോ തരം ജീവനുണ്ട്, എത്രയോ തരം ജീവികളുണ്ട്. അവയ്ക്കൊക്കെ അവയുടേതായ ഒരു താളമുണ്ട്, അവയുടേതായ ഒരു വ്യവസ്ഥയുണ്ട്. മനുഷ്യനും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള നടക്കുന്ന കാര്യത്തിൽ ആ താളങ്ങൾ തെറ്റിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും അതിനുണ്ടാവും. അതായത് പ്രകൃതിയുടെ നിയമങ്ങൾ, പ്രകൃതിയുടെ താളം, ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രകൃതി പൂർണ്ണമാണ്. പ്രകൃതിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയില്ല. പ്രകൃതിയെ തോൽപ്പിക്കുക എന്നത് 100% തന്നെ അബദ്ധമാണ്. അതിനായിട്ട് നടക്കുന്നതും അതിനായിട്ട് നീങ്ങുന്നതും തെറ്റാണ്, അല്ലെങ്കിൽ വിഡ്ഢിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അപ്പോൾ എന്താണ് ഈ നമുക്ക് ഈ അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്? അനിഷ്ടങ്ങൾ ഉണ്ടാവുന്ന യാതൊരു സംശയമല്ല, നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ടാണ്. അതിന് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ കുറ്റം പറയാതിരിക്കാം, കാരണം അയാളുടെ മുൻ തലമുറ ചെയ്തതും ജീനിലൂടെ അല്ലെങ്കിൽ അയാളുടെ സ്പേമിലൂടെയും അല്ലെങ്കിൽ അണ്ടത്തിലൂടെയൊക്കെ അയാൾക്ക് കിട്ടാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ക്രോമസോമുകളെ കുറിച്ചിട്ടും അതേപോലെ ജീൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പ്രകൃതിയുടെ നമ്മൾ എന്തോ നിയമം അല്ലെങ്കിൽ താളം തെറ്റിച്ചത് കൊണ്ട് ഉണ്ടായത് മാത്രമാണ് നമുക്ക് പനി, ജലദോഷം, വയറുവേദന, തുമ്മൽ,
വയറിളക്കം, ഛർദി, ഇതൊക്കെ തന്നെ എന്താണ്? പ്രകൃതിയുടെ നിയമം നാം തെറ്റിച്ചു എന്നതിനുള്ള, പ്രകൃതിയുടെ തെറ്റുപറ്റാത്ത, കളവ് പറയാത്ത പ്രകൃതിയുടെ, സത്യസന്ധനായ പ്രകൃതിയുടെ താളമാണ്, പ്രകൃതിയുടെ വാക്കുകളാണ്, പ്രകൃതിയുടെ സൂചനയാണ്, പ്രകൃതിയുടെ ഭാഷയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നും നമുക്ക് ഒരു വലിയ ഗുണമുണ്ട്. ചില ആൾക്കാർ കുറേ വിളവന്മാരാകും. പ്രത്യേകിച്ച് മനുഷ്യൻ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കിയതോടുകൂടി അവൻ്റെ ജോലി കുറേ കുറഞ്ഞു കിട്ടി. അപ്പോൾ ഈ ജോലിയുടെ വിഭജനം വന്നു. കുറച്ച് ആൾക്കാർക്ക് വെറുതെ ഇരിക്കാനായി. ഈ വെറുതെ ഇരിക്കാനായവർ അവരുടെ കാര്യങ്ങൾ നേടാനും അവരുടെ കാര്യങ്ങൾ ശരിയായിട്ട് നടക്കാനും കൂടുതൽ കൂടുതൽ വ്യവസ്ഥകളും കൂടുതൽ കൂടുതൽ ചൂഷണ രീതികളുണ്ടാക്കി. അങ്ങനെയാണ്, ആ ചൂഷണത്തിനാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പേരിലും അല്ല ഒക്കെ, അതേപോലെ തന്നെ ചികിത്സയുടെ പേരിലും പല 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 രീതികൾ മറ്റുള്ളവരെ കീഴടക്കാനും. ഇപ്പോൾ നമുക്കറിയാം, ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചിട്ടൊന്നും നമുക്കൊരു വിവരമില്ല, ദുരൂഹമാണ്. അപ്പോൾ അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അത് ദൈവമാണ്, ആ ദൈവം ഇന്നതൊക്കെ പറഞ്ഞിരിക്കണം, അതുകൊണ്ട് നീ ഇന്നതൊക്കെ കേൾക്കണം, നീ ഞാൻ പറഞ്ഞത് കേൾക്കണം, കാരണം ഈ ദൈവത്തിനോട് എനിക്കാണ് ബന്ധം എന്ന രീതിയിൽ കുറേ ആൾക്കാർ, അങ്ങനെയാണ് പല മതങ്ങളുടെയും അടിത്തറ എന്നർത്ഥം. ഞാൻ മതത്തിന് എതിരായിട്ട് പറയല്ലാതെ, ഇതൊരു സയൻസാണ്, ശാസ്ത്രമാണ്. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും ഇങ്ങനെയുള്ള ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അതിന് പുറമെ, അതിന് പാരലായിട്ട്, അതിനെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടായ മറ്റൊരു ചൂഷണ വ്യവസ്ഥയാണ് ചികിത്സ എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിലെ ദുരൂഹത കൊണ്ട് എങ്ങനെ ഒരു ദൈവം എന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുണ്ടായോ, അതേപോലെ അതിലും കൂടുതൽ അത്യാവശ്യമായിട്ടുണ്ടായതാണ് ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ. എന്തെങ്കിലും ഒരു വിഷമമുണ്ടായി, അപ്പോൾ ആ വിഷമത്തിന് ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ലാത്ത, അതായത് ചെയ്താലും മാറും, ചെയ്തില്ലെങ്കിലും മാറും. അതായത് പ്രകൃതിയുടെ താളം, പ്രകൃതിക്ക് എന്താ അതിന് കാരണം എന്താണോ ആ കാരണം ഒഴിവായാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പണ്ടൊക്കെ കാലത്ത് പനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും, അപ്പോൾ ആ സമയത്തൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ അവിടെ കിടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പനി മാറും. നേരെ മറിച്ച് നമ്മൾ അതിന് ചികിത്സയുടെ പേരിൽ എന്തൊക്കെ വിഷം കഴിച്ചാലോ, എന്തൊക്കെ വേണ്ടാത്ത ചെയ്താലോ അതൊക്കെ അപകടമാവാൻ സാധ്യതയുണ്ട്. എന്നാലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക എന്നുള്ളത് ആവശ്യമായതുകൊണ്ട് അതിനെ മറികടന്ന് മനുഷ്യൻ രക്ഷപ്പെടും. അതായത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വിഷം കൊടുത്താലും ജീവൻ പരമാവധി അതിനെ മറികടക്കും. അതല്ലാതെ പാരാസിറ്റമോൾ കൊണ്ടല്ല നിങ്ങളുടെ രോഗം മാറുന്നത്. രോഗം മാറാൻ നിങ്ങളെ, പ്രത്യേകിച്ച് പനി മാറാൻ നിങ്ങളെ ശരീരത്തിന് മാറ്റാൻ ശരീരത്തിന് അത് അത്യാവശ്യമായതുകൊണ്ടാണ്. ശരീരം പനി എന്തായാലും മാറ്റും അതിൻ്റെ ജോലി കഴിഞ്ഞാൽ. ഇനി അതല്ല, ഈ കൊടുക്കുന്ന വിഷം കൂടുതൽ അപകടമുള്ളതാണെങ്കിൽ അതിനെ നേരിടാനായിട്ടും പനി മാറാം. ഇപ്പം നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, പനിയുള്ള ആൾക്ക് ആദ്യത്തെ പ്രാവശ്യം പാരാസിറ്റമോൾ കഴിഞ്ഞാൽ വേഗം മാറും. രണ്ടാമത്തെ പ്രാവശ്യം 2 ഗുളികയാവും, മൂന്നാമത്തെ പ്രാവശ്യം 3 ഗുളികയാവും. പിന്നെ എത്ര കഴിച്ചാലും പനി അങ്ങനെ തന്നെ എടുക്കും. പിന്നെ എന്തുകൊണ്ടാണ് പനി? അപ്പോൾ പനിക്ക് വേറെ പേരിടും. ഇങ്ങനെ അപ്പോൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണോ പനിച്ചത്
ആ കാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രാധാന്യം. അതിലും വലിയൊരു വേഷമാണ് ചെയ്തതെങ്കിൽ പനി ഇല്ലാതാവും, അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ശരീരത്തിനറിയാം, പ്രകൃതിക്കറിയാം, അല്ലെങ്കിൽ ദൈവത്തിനറിയാം, നമ്മളെ ഈ ശരീരത്തിന് തന്നെ അറിയാം ഏതാണ് കൂടുതൽ അപകടം. കൂടുതൽ അപകടമുള്ളത് മരുന്നാണെങ്കിൽ വേഗം പനി മാറ്റും. അല്ല, ഈ പനി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ആണ് കൂടുതൽ ആവശ്യമെങ്കിൽ മരുന്ന് കഴിച്ചാലും പനി നിർത്തും. അതാണ് സംഗതി നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുടെ സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ രോഗങ്ങൾ. പ്രകൃതിയുടെ ഭാഷയാണ്. അതിന് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ഒരു വ്യത്യസ്ത സമീപനം, വ്യത്യസ്ത ദർശനം, ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ നമ്മളെ ദർശനത്തിൽ വേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ മുമ്പ് നമ്മളെ മസനോബു ഫുക്കോ ഒക്കെ ചെയ്തതിന് എന്തൊക്കെ ചെയ്താലാണ് രോഗം മാറുക എന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന അന്വേഷണം നിർത്തിയിട്ട് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക, അത് അതേപടി ഇങ്ങോട്ട് എടുത്താൽ എന്താവും? എന്തൊക്കെ ചെയ്തിട്ടാണ് രോഗം മാറുക എന്നത് നിർത്തിവെച്ച് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് രോഗം മാറുക എന്ന കുറച്ചും കൂടിയും വിവേകത്തോടു കൂടിയ ഒരു സമീപനം നമ്മുടെ ശരീരത്തോട്, ഈ പ്രപഞ്ചത്തോട്, ശരീരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമാണ്, ആ പ്രപഞ്ചത്തോട് സ്വീകരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും പ്രപഞ്ചത്തിന്. അപ്പോൾ എന്തൊക്കെ ചെയ്ത് എന്ന് പറയുന്നത്, എന്തൊക്കെ വിടുക? നമ്മൾ ചെയ്യുന്ന എല്ലാ വൈകൃതങ്ങളും, ഇപ്പോൾ ഉദാഹരണമായിട്ട് വിശക്കാതെ തിന്നുക, പിന്നെ വേവിച്ചത് തിന്നുക, കൂട്ടിക്കലർത്തി തിന്നുക, അതേപോലെ പിന്നെ ക്ഷീണമുള്ളപ്പോൾ വിശ്രമിക്കാതിരിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങാതിരിക്കുക, രാത്രി കിടന്നുറങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ പ്രകൃതി വിരുദ്ധമായ അതും നിർത്തിവെക്കുക. ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കുക, വെള്ളം ഇനി വേണമെങ്കിൽ എപ്പോഴും കഴിച്ചോളൂ, അല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിലും 1 മണിക്കൂറിൽ കൂടുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ചു. കാരണം അത് നമുക്കിപ്പോൾ നിർത്തണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണ് നിർത്തുക, അവിടെ കിടക്കുക. അവിടെ കിടന്നാൽ ശരീരത്തിന് എന്തുണ്ടാവും? ശരീരം സുഖമായിട്ട് ശരീരത്തിൻ്റെ പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് തന്നെ എല്ലാ അസുഖങ്ങളും മാറ്റും. ആ അസുഖങ്ങൾ മാറ്റുക എന്നുള്ളത് ആ ശരീരത്തിൻ്റെ ജോലിയാണ്. എല്ലാ ജീവൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് അതിന് നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിലനിൽക്കുന്നതിനുള്ള വേണ്ടത് മാത്രമേ അത് ചെയ്യുള്ളൂ. നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കുറേ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷം കൊണ്ട് അതിന് നിലനിൽക്കാൻ കഴിയില്ല, ചത്തുപോകും. അത് ശരിയാണ്. പക്ഷേ ശരീരം എപ്പോഴും, ജീവനുള്ള ശരീരം എപ്പോഴും ജീവനെ സംരക്ഷിക്കാനും ജീവനെ നിലനിർത്താനും ജീവനെ പരിപോഷിപ്പിക്കാനും മാത്രമേ നോക്കുള്ളൂ. അതിൻ്റെ റിപ്പയർ ചെയ്യാൻ അതിന് പൂർണ്ണമായിട്ടും അറിയാം. കാരണം അതിൻ്റെ അവസാനത്തെ സെല്ലുണ്ടാക്കാൻ അതിനറിയില്ലേ. ഇപ്പം നിങ്ങളെ പല്ല്, തലമുടി, തലമുടി അല്ലെങ്കിൽ മീശ, ഇതിൽ എന്ത് സാധനമാണ് നിങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപകാരപ്രദമാവുമോ? അപ്പോൾ ഈ ശരീരത്തിൻ്റെ അവസാനത്തെ സെല്ലുകളും
അവസാനത്തെ കോശങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു റിപ്പയർ വർക്ക് നടത്താൻ അത് കഴിയില്ല എന്ന് പറയുന്നതിൽ എന്തോ അപാകത ഇല്ലേ? നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്ക്. ആരോടും ചോദിക്കണ്ട. നിങ്ങളെ കക്കൂസിലിരിക്കുമ്പോൾ ആ സമയത്ത് ആരും ഉണ്ടാവില്ലോ, അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ, അതായത് സൈക്കിൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ അത് റിപ്പയർ ചെയ്യാൻ കഴിയില്ലേ? ഒരു കാളവണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ആ കാളവണ്ടി റിപ്പയർ ചെയ്യാൻ കഴിയില്ലേ? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. അതേപോലെ ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ആ റോക്കറ്റിൻ്റെ തകരാറ് തീർക്കാൻ കഴിയില്ലേ? നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കുക. അത് കഴിയില്ല. അതിന് വേറെ പുറമെന്നുള്ള അതിനാവശ്യമായ വസ്തുക്കളല്ലാത്ത, അതുണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കളല്ലാത്ത പുറമെന്നുള്ള വേറൊരു വസ്തു വേണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളെ ജീവശരീരം നിർമ്മിക്കാൻ ആവശ്യമായത് ഇവിടെ പോഷക വസ്തുക്കൾ മാത്രമാണ്. ഈ പോഷക വസ്തുക്കളല്ലാത്ത മറ്റൊരു വസ്തു അതിൽ എന്തെങ്കിലും തകരാറ് വന്നിരുന്നെങ്കിൽ, തകരാറുണ്ട്, രോഗം ഉണ്ടെങ്കിൽ ആ രോഗം മാറ്റാൻ ഈ പോഷക വസ്തുക്കളല്ലാത്ത ഒരു വിഷവസ്തു, ഒരു പാഷാണ വസ്തു വേണം. അത് ഡോസ് പ്രത്യേക രീതിയിലാക്കി അല്ലെങ്കിൽ നേർപ്പിച്ച് അല്ലെങ്കിൽ കൂട്ടി അതിൻ്റെ ഡോസാക്കിയിട്ട് ഇത്ര പ്രാവശ്യം കഴിച്ചാൽ മാറും എന്ന് പറയുന്ന വങ്കത്തമല്ലേ അത് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുകയാണ്. ഈ മെഡിക്കൽ കോളേജും ആധുനിക മെഡിക്കൽ സയൻസും അതേപോലെ തന്നെ പഴയ മെഡിക്കൽ സയൻസും ആയുർവേദവും അലോപ്പതിയും പിന്നെ ഹോമിയോപ്പതിയും ഒക്കെ എന്തിന് ഈ നേരത്തെ പറഞ്ഞ മറ്റേ പിന്നെ ഇതുണ്ടല്ലോ ഉറുക്ക് ചികിത്സക്കാരും എല്ലാവരും ഉത്തരം പറയേണ്ട ഒരു പ്രധാന ചോദ്യമാണിത്. അതായത് ഈ ശരീരത്തിന് നിർമ്മിക്കാൻ ആവശ്യമായത് പോഷക വസ്തുക്കളാണ്. നിർമ്മിക്കാൻ ആവശ്യമായ പോഷക വസ്തുക്കളുണ്ട്. അതുണ്ടാക്കാനുള്ള നോഹൗ നമുക്കറിയാം. നമ്മളെല്ലാ ശരീരത്തിനും അറിയാലോ. നിങ്ങൾ അവസാനത്തെ സെല്ല് പോലും, ജീവൻ്റെ സെല്ല് പോലും, നിങ്ങളെ ശരീരത്തിലുള്ള സെല്ല് പോലും ഉണ്ടാക്കിയത് നിങ്ങളെ ശരീരമാണ്. അതുണ്ടാക്കാൻ ആകെ ആവശ്യമായത് പോഷകങ്ങളാണ്. പോഷകങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ശരീരത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ അതിനെ റിപ്പയർ ചെയ്യാൻ ഈ വസ്തുക്കളിൽ പെടാത്ത ഒരു വസ്തു വേണം എന്ന് പറയുന്നതിൽ എന്ത് ശാസ്ത്രീയമായ തത്വമാണ് ഉള്ളത്? നമ്മളെ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത വല്ലതുമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തായാലും ഇവിടെയുള്ള വലിയ പുരോഗമനവാദികളും ശാസ്ത്രത്തിൻ്റെ പേരിൽ പിന്നെ നടക്കുന്ന ആൾക്കാരും ഒക്കെ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് അത്ര എളുപ്പമാവുമെന്ന് തോന്നുന്നത് എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ലോകത്തെ ചൂഷണ പർവ്വത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ന് ഈ ഔഷധ ലോബിയാണ്, അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ആ കെമിക്കൽ ഇൻഡസ്ട്രിക്കെതിരെ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെ ഉള്ള എന്തൊരു സിദ്ധാന്തവും ഇല്ലാതാക്കാൻ അവർക്കറിയാം. കഴിഞ്ഞ COVID-19 കുറിച്ചിട്ട് സംശയം പ്രകടിപ്പിച്ച 3 രാഷ്ട്രത്തലവന്മാരെ തന്നെ ഇല്ലാതാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ ഭരിക്കുന്നത് BJP ആണ്, അതല്ലേ പോലെ
അമേരിക്കയിൽ ഇരിക്കുന്നത് ഇപ്പം ഇന്ന് മുതൽ ട്രംപാണ് ഒക്കെ വെറുതെയാണ്? അല്ല, അവരൊക്കെ പപ്പറ്റുകളാണ്. അവരൊക്കെ എന്ന് ഈ ചൂഷണ പർവ്വത്തെ ചോദ്യം ചെയ്യുന്നോ അന്ന് അവൻ്റെ തല പോകുന്നർത്ഥം. അന്ന് അവനെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. കാരണം അത്രത്തോളം ശക്തമാണ് ബഹുരാഷ്ട്ര കുത്തകകൾ. എനിക്കറിയില്ല. ഈ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ആ യൂറോപ്യൻ യുദ്ധത്തോടു കൂടി ബഹുരാഷ്ട്ര കുത്തകകൾ ലോകത്തിനെ തന്നെ കീഴടക്കാൻ, ലോകത്തിൻ്റെ തന്നെ അദൃശ്യമായ മാനേജർമാരാണ്. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു. ആ ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ലോകത്തിന് നെറു ഗ്യാസും മറ്റു ലോഫിംഗ് ഗ്യാസും മറ്റ് വിഷവസ്തുക്കളും ഉണ്ടാക്കിയിട്ട്, അതായത് വിഷ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ തുടങ്ങിയത്. അത് അങ്ങനെ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടക്കാണ് ഈ എല്ലാ ഇപ്പോൾ കൃഷിയിലേക്കും അതേപോലെ ആരോഗ്യത്തിലേക്കും അല്ലെങ്കിൽ രോഗചികിത്സയിലേക്കും ഒക്കെ കൂടുതലായിട്ട് ഈ കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം കൊണ്ടുവരികയും അങ്ങനെ അതിൻ്റെ കുത്തകയായിട്ട് ഇവർ നിൽക്കുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധമായപ്പോഴേക്ക് അവരെന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള മനുഷ്യനെ മൃഗീയമായി, കൃത്യമായി, കണിശമായി ആലോചിച്ച് വ്യവസ്ഥാപിതമായി കൊല്ലുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഓസ്ട്രിവിച്ച് ക്യാമ്പുകൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോളണ്ടിൽ അവർ കീഴടക്കിയ പോളണ്ടിൽ ഉണ്ടായിരുന്ന ഈ ഓസ്ട്രിവിച്ച് എന്ന ക്യാമ്പ് യഥാർത്ഥത്തിൽ ആരതായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഒരു ബഹുരാഷ്ട്ര കുത്തകളുടെ ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. ഫ്രീ ആണോ ഇനി അതല്ല അതിന് വല്ല ലീസും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് 20 ലക്ഷത്തോളം ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ, അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന് അവർ പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹിറ്റ്ലറെ പോലും നിയന്ത്രിക്കാൻ കഴിയുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ, ഇപ്പോൾ ജോ ബൈഡനെയും അതേപോലെ ട്രംപിനെയും ഇന്ത്യയിലുള്ള നമ്മളെ മോഡിയെയും എന്തിന് പിന്നെ ചൈനയിലെ അങ്ങനെയും എല്ലാവരെയും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം ശക്തമാണ് ബഹുരാഷ്ട്ര ഔഷധ കമ്പനികൾ എന്നത് ഓർക്കുക. അതിനെ ഒന്നായിട്ട് അപകടം ഉണ്ടാക്കുന്ന, ഒന്നായിട്ട് ആ വലിയ ബലൂണിനെ പൊട്ടിക്കാനുള്ള ചെറിയ ഒരു മുട്ടുസൂചിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ആധുനികമായ സയൻസിൽ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ തന്നെ ലക്ഷണങ്ങൾ, അങ്ങോട്ടുള്ള സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അത് വരാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ലാഭം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് നോക്കാം. ആ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഓട്ടോഫാഗി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരം കിട്ടും. ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞന് 2016 മെഡിസിനുള്ള അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് അതിനാണ്. അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഇവിടെ ഉണ്ട്, നമുക്ക് ആർക്കും വേണമെങ്കിൽ കിട്ടും. എന്തായാലും
അതിൻ്റെ പ്രത്യേകത എന്താ? ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ, ഫാഗി എന്ന് പറഞ്ഞാൽ തീറ്റ, സ്വയം തീറ്റ എന്നാണ്. അതായത് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറാൻ നിങ്ങൾ അവിടെ കിടന്നാൽ മതി. സ്വയം, അതായത് നിങ്ങളിൽ സ്റ്റോർ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, നിങ്ങളുടെ ഒബീസിറ്റി അല്ലെങ്കിൽ സ്ഥൂല ശരീരം അല്ലെങ്കിൽ പിന്നെ അമിതവണ്ണം, തൂക്കം, അല്ലെങ്കിൽ അമിതമായ നിങ്ങളുടെ മസിലുകളിലൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള അത് കഴിച്ചിട്ട് നമ്മളെ ശരീരം സ്വയം തീറ്റ നടത്തും എന്നാണ്. അങ്ങനെ നടത്തുമ്പോഴോ നിങ്ങളുടെ അസുഖങ്ങൾ സ്വയം മാറ്റും. കാരണം എന്താ? ശരീരത്തിന് കുറേ ഒഴിവ് കിട്ടും. ശരീരത്തിന് ദഹിപ്പിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനും അത് കഴിക്കാനും, അത് കഴിച്ചാലും പണി കൂടുതലാണ്. അപ്പോൾ ശരീരത്തിനുള്ളിലുള്ള ജീവശക്തി ഉപയോഗിച്ചിട്ട് അതിനെ ദഹിപ്പിക്കണം, അതിനെ അകത്തേക്ക് അതിൻ്റെ ആവശ്യമായത് വലിച്ചെടുക്കണം, പുറത്തേക്ക് തള്ളണം. ഈ പണിക്കൊക്കെ ഉള്ള ഊർജം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ കഴിയും. അപ്പോൾ എന്താവും? അത് ഒരു കൺസർവേഷൻ ഓഫ് എനർജി. ഫിസിക്സാണത്. ഫിസിക്സിലെ കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് നമ്മളെ വൈറ്റൽ പവർ ഉണ്ടാവുകയും ആ വൈറ്റൽ പവറിനനുസരിച്ച് ജീവൻ്റെ തനി സ്വഭാവം, എല്ലാ ജീവനുള്ള സ്വഭാവം എന്താ? സ്വയം സെൽഫ് റിപ്പയറിങ്, സെൽഫ് അഡാപ്റ്റിങ്, പുതിയ അവസ്ഥക്കനുസരിച്ച് മാറാനുള്ള കഴിവ്, അത് സെൽഫ് റിപ്പയർ ചെയ്യും. ഉണ്ടാക്കണ, അതായത് അവസാനത്തെ സെല്ല് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിന് അത് റിപ്പയർ ചെയ്യാനും കഴിയും എന്ന സാമാന്യ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിന് കൂടുതൽ ടാക്സ് ചെയ്യാതിരിക്കുക, വേണ്ടാത്തത് കൊടുക്കാതിരിക്കുക, കൊടുക്കുന്നത് തന്നെ നിർത്തുക. അതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതായത് ഇന്ന് അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടെങ്കിലും പോലും, പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം നമ്മളുടെ ഈ വൃത്തികെട്ട ഇന്നത്തെ നമ്മൾ ആധുനിക മാധ്യമങ്ങളോ അല്ലെങ്കിൽ ടെലിവിഷനോ ഇതൊന്നും അറിയിച്ചിട്ടില്ല. കാരണം എന്താ? ഇതുകൊണ്ട് ഒരു ലാഭമില്ല. ഒരാളുടെ അസുഖം മാറുന്നത്, ക്യാൻസർ മാറുന്നത്, അല്ലെങ്കിൽ പനി മാറുന്നത്, അല്ലെങ്കിൽ ജലദോഷം മാറുന്നത്, എല്ലാം മാറുന്നത് അയാളുടെ ശരീരത്തിൻ്റെ പ്രകൃതി കൊടുത്ത അതിൻ്റെ കഴിവൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൂചനയും ദൈവത്തിൻ്റെ നിർദ്ദേശവും ദൈവത്തിൻ്റെ വ്യവസ്ഥയും അല്ലെങ്കിൽ പ്രകൃതിയുടെ സൂചനയും പ്രകൃതിയുടെ വ്യവസ്ഥയും പ്രകൃതിയുടെ നിയമവും അനുസരിച്ചാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം, അല്ലെങ്കിൽ പ്രകൃതിയിൽ ആണ് കൂടുതൽ ശരി, പ്രകൃതിയെ നമുക്ക് മറികടക്കാനാവില്ല, പ്രകൃതി നമ്മളെ നാം പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയിലുള്ളതാണ്, പ്രകൃതിയെ മറികടക്കുക എന്നുള്ളത് വ്യാമോഹമാണ് എന്ന നിലക്കുള്ള ചിന്തയിലേക്കാണ് ഈ ചികിത്സാ സമ്പ്രദായം നമ്മെ എത്തിക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് എത്താൻ ചുരുങ്ങിയത് ഒരു 89 തുടങ്ങിയതായിരിക്കാം എൻ്റെ ഈ ചിന്തക്ക് കാരണം. അതിൻ്റെ മുമ്പ് ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെയായിരുന്നു. മാത്രമല്ല എൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ പരമാവധി ഏറ്റവും നല്ല, പ്രത്യേകിച്ചും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവരെ ചികിത്സിക്കാൻ വേണ്ട പലപ്പോഴും മുന്നിട്ടിറങ്ങിയിരുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ആവാനുണ്ടായ കാരണം എന്താണെന്നും അതിൻ്റെ മാത്രമല്ല ഓരോ രോഗത്തിനും എങ്ങനെ ആണ് ഏറ്റവും ഒരു അപകടമില്ലാത്ത, അല്ലെങ്കിൽ വിഷങ്ങളുടെ സ്വാധീനമോ വിഷങ്ങളുടെ ആപ്ലിക്കേഷനോ വിഷങ്ങളുടെ ഉപയോഗമോ ഇല്ലാതെ, വിഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷങ്ങൾ മാത്രമല്ല, പിന്നെ കത്തി, കഠാര പോലുള്ള പിന്നെ ഇതൊക്കെ തന്നെ ഇല്ലാതെ എങ്ങനെ നിങ്ങളെ അസുഖം മാറും എന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. എന്തായാലും ഈ
സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം നാം മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നാം പ്രകൃതിക്ക് അതീതരല്ല, പ്രകൃതിയെ നമുക്ക് തോൽപ്പിക്കാനോ കീഴടക്കാനോ അല്ലെങ്കിൽ ജയിക്കാനോ കഴിയില്ല എന്നുള്ളതും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വിസ്ഡം ഉപയോഗിച്ചിട്ട്, പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള വിസ്ഡം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വിവേകം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ രോഗത്തെ മറികടക്കാം, ഏറ്റവും ശാസ്ത്രീയമായി ഏറ്റവും ആരോഗ്യപ്രദമായി ഈ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് എങ്ങനെ അതിനെ മറികടക്കാം, രോഗങ്ങൾ ഇല്ലാതാക്കാം എന്നതിനുള്ള ഏറ്റവും ചെറിയ ഒരു 16 പേജേറ്റേ ഉള്ളൂ ഒരു ചെറിയ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യണം. ഫെലിക്സ് ഓസ്ട്രീറ്റ് എഴുതിയ റെസ്റ്റോറേഷൻ, കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഫോർ ഹെൽത്ത്, അതാണെന്ന് എൻ്റെ ഓർമ്മ. കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്ന ചെറിയ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വലിയ പരിധിയുണ്ട്. പക്ഷേ ഇത്രയും സമഗ്രമായിട്ട് അതിലുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേ സാധനം നമ്മളെ പൂർണ്ണോദയ മലയാളത്തിൽ CP ഗംഗാധരൻ മാഷ് തർജ്ജമ ചെയ്ത വിവേകത്തിലൂടെ ആരോഗ്യത്തിലേക്ക് എന്ന പുസ്തകം നമുക്ക് മലയാളികൾക്കുണ്ട്. നിങ്ങൾ ഇതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ CP ഗംഗാധരൻ മാഷ് വെറും സാധാരണ മലയാളം അധ്യാപകനാണ്. പക്ഷേ എന്തായാലും അതുകൊണ്ട് തന്നെ അയാൾ പറയണത് എനിക്ക് കേൾക്കാനാവില്ല. സയൻസ് ബയോളജി അയാൾക്ക് അറിയില്ല. ഒരു ബയോളജിക്കാരനും ജീവൻ എന്ന ഈ ദുരൂഹമായ വസ്തുവിനെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക്. നമുക്കൊരു ശരീരം ഉണ്ടാക്കാൻ ഒരു ബയോളജിക്കാരനും കഴിയില്ല, ഒരു കെമിസ്ട്രിക്കാരനും കഴിയില്ല, ഒരു ഫിസിക്സുകാരനും കഴിയില്ല. ശരീരം എന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. പ്രകൃതിയുടെ താളങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകമുള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്, ഗുണമാണ്. അതിനെ മറികടന്ന് എത്ര വലിയ ശാസ്ത്രം നിങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും വില പോവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ദിവസം മതങ്ങളെക്കുറിച്ചിട്ടും അടുത്ത ദിവസം രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും ഇപ്പം നിലവിലിരിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പൊതു ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ദർശനം എന്താണെന്ന് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും ദയവ് ചെയ്ത് നിങ്ങളെ ചികിത്സകരെ ഇതൊന്ന് കേൾപ്പിക്കണം. ഇതിൽ പറയുന്ന വാദങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ആ വാദങ്ങൾ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിൽ എന്തൊക്കെ അബദ്ധങ്ങളുണ്ട് എന്ന് ചോദിക്കണം. മാത്രമല്ല ഇത് കഴിയുന്നത്ര പ്രചരിപ്പിക്കണം. കാരണം ഇന്ന് ഏറ്റവും വലിയ ഒരു ചൂഷണ പർവ്വമായി നിൽക്കുകയാണ് ഈ രോഗങ്ങളൊക്കെ തന്നെ. പണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു ചൂഷണം നന്നായിട്ട് നടന്നിരുന്നത്. ഈ പുരോഹിതന്മാരും മൗലവിമാരും മറ്റൊക്കെ. ഇന്ന് പക്ഷെ അതിന് അത്ര തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അവർ വിചാരിച്ചാൽ എന്തും നടന്നിരുന്നു. ഒരാളെ തല കൊയ്യാം എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറി അതിൻ്റെ പിടിവിട്ടു. പക്ഷേ ഇവർ മറ്റൊരു ഭാഗത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ രോഗചികിത്സ. അതുകൊണ്ട് തന്നെ അതിനത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മനുഷ്യൻ ഈ 22-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്ന പഴയ സിസ്റ്റം, അതായത് കൊളോണിയൽ സിസ്റ്റം, യൂറോപ്യൻ പാശ്ചാത്യരുടെ ആധിപത്യം, ആ കൊളോണിയൽസിൻ്റെ അവരിപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു,
ഈ നിയോ കൊളോണിസം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഈ പാറ്റൻ്റ് പോലുള്ളതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ അവസാനിക്കുന്ന കാലത്ത് മാത്രമേ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെയും അറിവുകളും കണ്ടുപിടുത്തങ്ങളും അയാളുടെ സ്വന്തമല്ല. അത് മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങളുടെ ഈ എല്ലാ കണ്ടുപിടുത്തവും ഉപകരണങ്ങളാണ്. അത് അതിൻ്റെ മുമ്പത്തേതിൻ്റെ ഒരു വികാസമാണ്, സ്വാഭാവികമായ വളർച്ചയാണ്. ഈ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാതെ നമുക്ക് ബൾബ് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ അതേപോലെ ഇപ്പം എത്തി എക്സ്റേ, ഗാമാറേ, ഇതിനൊക്കെ അതിൻ്റെതായ സീക്വൻസിൽ വന്ന, അതായത് അതിൻ്റെ മുമ്പത്തെ ഉപകരണങ്ങളുടെ ഒരു തുടർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ്സോ ആണ് പുതിയ ഉപകരണങ്ങളെന്നും അത് പൂർണ്ണമായും എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും ബാധകമാണെന്നും മനസ്സിലാക്കിയാൽ ഇത് മനുഷ്യകുലത്തിൻ്റെ ഒന്നായിട്ടുള്ളതാണ് ശാസ്ത്രമെന്നത്. പക്ഷേ എന്നും അത് ഒരു ചൂഷണം എന്നത് അത്യാവശ്യമായ, ചൂഷണം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന, ചൂഷണമില്ലെങ്കിൽ പാപ്പരാകുന്ന പാവപ്പെട്ടവരായ ഈ വെസ്റ്റേണേഴ്സ് അവർ ആധിപത്യം പുലർത്തി അവരുടെ ഒരു കൊളോണിയൽ സിസ്റ്റം ഇന്നും നിലനിൽക്കുന്നു. അത് അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ ശരിയിലേക്കും കൂടുതൽ സത്യത്തിലേക്കും കൂടുതൽ ശാസ്ത്രീയ ബോധത്തിലേക്കും വരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ വല്ല സംശയങ്ങളും, പ്രത്യേകിച്ച് നിങ്ങളുടെ രോഗത്തെക്കുറിച്ചിട്ട്, എനിക്ക് 1989 മുതലുള്ള പരീക്ഷണ നിരീക്ഷണ രീതികളിലൂടെ എനിക്ക് അന്ന് മുതലേ അന്ന് എനിക്കുണ്ടായിരുന്ന പ്രമേഹവും അന്ന് എനിക്കുണ്ടായിരുന്ന ആസ്മയും എങ്ങനെ പൂർണ്ണമായിട്ടും മാറിയെന്നും അതുവഴി അതുമാത്രമല്ല, പ്രമേഹവും ആസ്മയും മാത്രമല്ല, എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മളെ ഇൻപുട്ടാണെന്നും അത് നമ്മൾ ശാസ്ത്രീയമായി വിവേകപൂർവം പരിഷ്കരിക്കുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖമില്ലാതെ ജീവിക്കാമെന്നും അതിന് മാത്രമല്ല എല്ലാ രോഗങ്ങളുടെയും ഒരവസ്ഥ അതാണ് എന്നും സൂചിപ്പിക്കാനാണ് ഞാനിതെടുത്തത്. ഇത് സത്യസന്ധമായിട്ട് കാണണമെന്നും ഇതിലെല്ലാ വാക്കുകളും ഞാൻ പരമാവധി അർത്ഥപൂർണമായിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റ്, കാരണം എനിക്ക് പഴയ പോലെ എനിക്ക് 76 വയസ്സാകുന്നു. എനിക്ക് പഴയ പോലെ കൃത്യമായിട്ട് വാക്കുകളൊന്നും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട്. അത് ചെറിയ എൻ്റെ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതും എൻ്റെ ആശയവും ഉള്ളിലുള്ള അടിത്തറ പൂർണ്ണമായിട്ടും ശാസ്ത്രീയമാണെന്ന് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. എന്ത് തെറ്റുണ്ടെങ്കിലും, എന്ത് തെറ്റ് അതിൽ കാണിക്കാനുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കണമെന്നും ഈ ഡിസ്കഷൻ പരമാവധി നമ്മളെ മലയാളത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് ലോകത്തിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മലയാളിയുടെ മുലപ്പാലാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമെങ്കിൽ, അതിൻ്റെ ഈ മലയാളത്തിന് നമുക്ക് നമ്മളോടുള്ള ഒരു അഭിമാനം തോന്നാൻ തന്നെ ഈ പ്രസ്ഥാനം അതായത് പരമാവധി ആസുരമായ ചൂഷണ പർവമായ ഇന്നത്തെ ചികിത്സാ സമ്പ്രദായത്തിൽ, അത് ഒരു ചികിത്സാ സമ്പ്രദായമല്ല, എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും അതൊക്കെ തന്നെ പ്രകൃതിക്ക് വിരുദ്ധമാണെന്നും അതൊക്കെ തന്നെ ഞാൻ സാധാരണ പറയും, ഇറ്റ്സ് എ ഇൻ്റലിജൻറ്റ് വേ ഓഫ് ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ പോക്കറ്റ് ടു നെതർ. അതായത് ചികിത്സ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ചികിത്സകളും, അത് പ്രത്യേകമായിട്ട് അലോപ്പതി മാത്രമല്ല, ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും ഒക്കെ തന്നെ. പ്രകൃതി ചികിത്സയും പ്രകൃതിയുടെ ചികിത്സയും രണ്ടും രണ്ടാണ്. പ്രകൃതിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചികിത്സ. ആ പ്രകൃതിയുടെ ചികിത്സ അല്ലാത്ത മറ്റെല്ലാ ചികിത്സകളും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റലിജൻറ്റ് വേ ഓഫ് ട്രാൻസ്ഫറിങ് മണി ഫ്രം
മണി എന്ന് പറയുന്നത് അയാളുടെ അധ്വാനം. വൺ പോക്കറ്റ് തന്നത്. ഒരു ആളുടെ പോക്കറ്റിൽ നിന്ന് മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് കാശ് മാറ്റുന്നതിനുള്ള നല്ല ഒരു ബുദ്ധിപൂർവമായ വ്യവസ്ഥയാണ് ചികിത്സ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അങ്ങനെ കൂടുതൽ ശരിയിലേക്ക്, കൂടുതൽ മനോഹരമായ ഒരു ലോകത്തേക്ക് നമുക്ക് നീങ്ങണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.